Good morning students. Today's process is Walker process or Schmidt process, which involves the oxidation of ethylene to acetaldehyde, and we are using PdCl4 2- as the catalyst. Some other metals are also used in Walker process, which are platinum, rhodium, iridium or ruthenium, but the best one is palladium. അപ്പോൾ അതിനകത്ത് എന്താണ് പ്രോസസ്സ് എന്താണ് ethylene is oxidized to acetaldehyde. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ആക്റ്റീവ് സ്പീഷീസ് എന്ന് പറയുന്നത് PdCl2 ആണ്. PdCl2 combines with ethylene to form acetaldehyde, and metallic palladium is the product obtained. Then this metallic palladium is converted again to the active species by reacting with CuCl2, and the Cu2 plus gets oxidized to reduced to Cu plus. ഈ റിയാക്ഷൻ നടന്നു കഴിയുമ്പോൾ Cu2 plus Cu plus ആയിട്ട് മാറും. അതിനെ റീഓക്സിഡൈസ് ചെയ്യും നമ്മൾ ഓക്സിജൻ ഉപയോഗിച്ചിട്ട് വീണ്ടും അതിനെ Cu2 plus ആക്കിയിട്ട് നമ്മളുടെ പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പം എന്ന് വെച്ചാൽ ഒരു സൈക്കിളാണ് ഇതിനകത്ത് കോപ്പറും പലേഡിയവും ഒക്കെ കൂടി ഇൻവോൾവ് ചെയ്യുന്ന ഒരു സൈക്കിളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതിനകത്ത് ഇത് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഇൻ ദിസ് റിയാക്ഷൻ palladium 2 plus is reduced to palladium metal. Then it is oxidized by Cu2 plus. The reduced Cu plus is then oxidized back to Cu2 plus by oxygen. ഇതാണ് നമ്മളുടെ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മളുടെ ഇതിൻ്റെ പ്രോസസ്സ് എന്താണെന്ന് നോക്കാം. ഇതാണ് നമ്മളുടെ സൈക്കിള്, വാക്കർ പ്രോസസ്സിന്റെ സൈക്കിളാണിത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പലേഡിയം യൂസ് ചെയ്യുമ്പോൾ ഇതിനകത്ത് എന്തുകൊണ്ടാണ് പലേഡിയം യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, പലേഡിയം റിയാക്ട്സ് വിത്ത് എത്തിലിൻ CH2 ഡബിൾ ബോണ്ട് CH2. അപ്പോൾ ഈ പലേഡിയം എത്തിലിൻ എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് ഫോം ചെയ്യും. ഈ കോംപ്ലക്സ് ഈ പലേഡിയം എത്തിലിനുമായിട്ട് കോംപ്ലക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇറ്റ് വിൽ ഓൾട്ടർ ദ കെമിക്കൽ ബിഹേവിയർ ഓഫ് എത്തിലിൻ. അപ്പോൾ എന്നിട്ട് ഉണ്ടായി വരുന്ന കോംപ്ലക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഐഡന്റിക്കൽ ടു സീസസ് സോൾട്ട് ആണ്. സീസസ് സോൾട്ട് അറിയാലോ എന്താണ്? PtCl3C2H4. പൊട്ടാസ്യം സോൾട്ട് ആണെങ്കിൽ KPtCl3C2H4. ഇതാണ് സീസസ് സോൾട്ട് എന്ന് പറയുന്നത്. വളരെ സക്സസ്ഫുൾ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഹെറ്ററോജീനിയസ് കാറ്റലിസ്റ്റ് ആണ്. അപ്പോൾ സിമിലർ സ്ട്രക്ചറും സിമിലർ ബിഹേവിയറുമാണ് പലേഡിയം C2H4 കമ്പൈൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള സക്സസ്ഫുൾ കാറ്റലിസ്റ്റ് ആണ്. അപ്പോൾ സിമിലർ കാറ്റലിസ്റ്റിനെ നമുക്ക് പലേഡിയവും എത്തിലിനുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് പലേഡിയം സോൾട്ടിനെ നമ്മൾ ഇവിടെ ഉപയോഗിക്കാൻ കാരണം. പലേഡിയം ദീസ് ആർ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് പറയും. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ടേംസ് ആണ്. ദിസ് ഐസോ ഇലക്ട്രോണിക് വിത്ത് സീസസ് സോൾട്ട്. ഇനി നമുക്ക് നമ്മുടെ സൈക്കിളിലോട്ട് പോവാം. PdCl4 ആണ്. PdCl4 ഇതിനകത്തോട്ട് നമ്മൾ നമ്മളുടെ ഫീഡ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളുടെ റിയാക്റ്റന്റ് ആഡ് ചെയ്യാണ്. എത്തിലിൻ ഈസ് ആഡഡ് ടു ഇറ്റ്. സോ ഇറ്റ് ഫോംസ് എ പൈ കോംപ്ലക്സ് അല്ലെ, കോർഡിനേറ്റഡ് കോംപ്ലക്സ് ഉണ്ടാകും. നൗ വി ആർ ആഡിങ് വാട്ടർ. വാട്ടർ ആഡ് ചെയ്തു. വാട്ടർ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നിന്നൊരു ശരിക്കും വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, PdCl. ആദ്യത്തെ സ്റ്റെപ്പ് ഇങ്ങനെയാണ്, H2O CH2 ഡബിൾ ബോണ്ട് CH2. നമ്മുടെ കോർഡിനേറ്റഡ് കോംപ്ലക്സ് അവിടെയുണ്ട്. ഇതിനകത്ത് വാട്ടർ ഉണ്ട്. ന്യൂക്ലിയോഫിലിക് അഡിഷൻ ആണ്. അപ്പോൾ ഇത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോഴേക്കും ഒരു റീഅറേഞ്ച്മെന്റ് നടന്നിട്ട് എന്നിട്ട് ഈ സംഭവം ഉണ്ടാവും, PdCl2 OH2 പ്ലസ് ഇലക്ട്രോണിനെ കൊടുത്തല്ലോ. അത് കഴിഞ്ഞിട്ട് അഗെയിൻ 1 molecule ഓഫ് ഇവിടെ ഈ സൈക്കിൾ നിങ്ങൾ നോക്കണ്ട, നമ്മുടെ നോട്ടിലെ സൈക്കിൾ നിങ്ങൾ നോക്കിയാൽ മതി. അഗെയിൻ ഈ സ്റ്റെപ്പ് തന്നെ ഇവിടെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് നെറ്റിൽ നിന്ന് എടുത്ത ഒരു സൈക്കിളാണ്. അത് അഗെയിൻ PdCl2 ഈ ഒരു കോംപ്ലക്സ് ആണ് ഇവിടെ ഫോം ചെയ്യുന്നത്. ഈ റിയാക്ഷൻ നടക്കും, ഒരു റീഅറേഞ്ച്മെന്റ് ആണ് നടക്കുന്നത് അഗെയിൻ. അപ്പോൾ ഒരു കോർഡിനേറ്റ് സ്പീഷീസ് സൈറ്റ് വേക്കന്റ് ആയിട്ടുണ്ട് അല്ലേ. H2 ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് H2 ഇവിടുന്ന് മാറിയല്ലോ. അപ്പം പലേഡിയത്തിന് ഒരു ഫ്രീ സ്പേസ് വന്നിട്ടുണ്ട്. അവിടോട്ട് നമ്മളുടെ ക്ലോറിൻ ഗോസ് ഇൻ ടു ദാറ്റ് പൊസിഷൻ. എന്നിട്ട് ബീറ്റ ഹൈഡ്രജൻ എലിമിനേഷൻ ഫ്രം ദ CH2 occurs. CH2-വിൽ നിന്നും ബീറ്റ ഹൈഡ്രജൻ എലിമിനേഷൻ നടക്കും. ഇവിടെ ഈ CH2-വിൽ നിന്ന് ഒരു ഹൈഡ്രജൻ എലിമിനേറ്റ് ചെയ്തു പോകും. അങ്ങനെ എലിമിനേറ്റ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ എന്താ ഉള്ളത്,
CH ഇത് റീഅറേഞ്ച്മെന്റ് ആണ് കേട്ടോ. ഇവിടെ ഒരു PdCl2 അതിനകത്തോട്ട് ഒരു Cl കൂടി വന്നു. അപ്പോൾ PdCl3 ആയി. പിന്നെ ഉള്ളത് CH2OH2 ആണ്. ഇതിനകത്തുനിന്ന് ഓക്സിജൻ ഇങ്ങോട്ട് ഇലക്ട്രോണിനെ കൊടുത്തു. ഇവിടുന്ന് ഹൈഡ്രജൻ എലിമിനേറ്റ് ചെയ്തു. പിന്നീട് ഒരു റീഅറേഞ്ച്മെന്റ് നടക്കും. Then this compound get converted to, ഇവിടുന്ന് ഒരു ഹൈഡ്രജൻ പോയി, പിന്നെ ഇവിടെ ഒരു H ഉണ്ട്. ഇവിടെ നിന്ന് ഓക്സിജനും കൂടി, വാട്ടറിൽ നിന്നുള്ള ഓക്സിജനും കൂടി, ഇവിടെ കോമ്പൗണ്ടിന്റെ റീഅറേഞ്ച്മെന്റ് ആണ്. റീഅറേഞ്ച്മെന്റ് നടന്നിട്ട് ഇത് CH3CHO ആയിട്ട് എലിമിനേറ്റ് ചെയ്യും. CH3CHO ആയിട്ട് എലിമിനേറ്റ് ചെയ്യും. പിന്നെ നമ്മളുടെ രണ്ട് Cl ഉണ്ടായിരുന്നത്, ഒരു 3 Cl ആണ് ഉള്ളത്. അതിനകത്ത് ഒരു Cl ഇവിടെ നിന്ന് ഒരു H+ ആയിട്ട് ചേർന്ന് HCl ആയിട്ട് എലിമിനേറ്റ് ചെയ്യും. പിന്നെ 2 Cl- ions are also eliminated. As a result we get PD0 or the metal. ഫ്രീ മെറ്റൽ അയോൺ, മെറ്റൽ അവിടെ ഉണ്ടാകും. PdCl3യിൽ നിന്നും ഈ കോമ്പൗണ്ട്സ് ഇത് രണ്ടും മൈനസ് ചെയ്ത് പോകും. ഇവിടെ നിന്ന് ഒരു ഹൈഡ്രജൻ എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. ആ CH3CHO, അപ്പോൾ ഇവിടെ നിന്ന് ഒരു ഹൈഡ്രജൻ എലിമിനേറ്റ് ചെയ്തിട്ട് HCl ആയിട്ട് അവിടെ നിന്ന് പോകും. പിന്നെ ബാക്കി എന്താ ഉള്ളത്? CH3CHO ഇവിടുന്ന് ഒരു പ്രോഡക്റ്റ്, നമ്മുടെ മെയിൻ പ്രോഡക്റ്റ് ആയിട്ട് അതും എലിമിനേറ്റ് ചെയ്തു. പിന്നെ വരുന്നത് PDM, മെറ്റലാണ്. ആ മെറ്റലിനെ നമ്മൾക്ക് നമ്മളുടെ ഒറിജിനൽ PdCl4 ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ദാറ്റ് ഈസ് റിയാക്റ്റഡ് വിത്ത് CuCl2. ഇതിനെ PdCl4 ആയിട്ട് റീജനറേറ്റ് ചെയ്യിക്കും. ദെൻ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. Cu2+ ആണ്. Cu2+ ഇതിനെ ഓക്സിഡൈസ് ചെയ്യുമ്പോൾ സ്വയം റെഡ്യൂസ് ചെയ്യപ്പെട്ട് Cu+ ആകും. ആ Cu+നെ വീണ്ടും Cu2+ ആക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഓക്സിഡേഷൻ ആണല്ലോ നടത്തേണ്ടത്. ഓക്സിഡേഷൻ നടത്തുമ്പോൾ ഈ Cu+ വീണ്ടും Cu2+ ആകും. ഈ പ്രോസസ്സ്, ഈ സൈക്കിൾ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ, ഇത് നമ്മളുടെ മൊത്തത്തിലുള്ള പ്രോസസ്സ് ആണെങ്കിൽ ഇതൊരു ചെറിയ സൈക്കിൾ ഇപ്പുറത്ത് ഉണ്ടാകും. അത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? നമ്മളുടെ കാറ്റലിസ്റ്റിനെ റീജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അത്രയുമാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത്. പ്രോസസ്സ് ഞാൻ ചുമ്മാ ഒന്ന് എഴുതിയേക്കാണ്. Walker process is more complex than other catalytic process. The first step in this formation is the olefin complex. അല്ലേ, നമ്മുടെ ആദ്യത്തെ olefin complex ഉണ്ടാകുന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. The metal activated olefin is susceptible to nucleophilic attack by water. സെക്കൻഡ് സ്റ്റെപ്പിൽ എന്താ സംഭവിക്കുന്നത്? വാട്ടർ അറ്റാക്ക് ചെയ്യാണ്. ന്യൂക്ലിയോഫിലിക് അറ്റാക്ക് ബൈ വാട്ടർ ആണ്. This generates the complex CL3PD CH2CH2OH എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് അവിടെ ഉണ്ടാകും. ഇവിടെ ഒരു നമ്മൾ പറഞ്ഞില്ലേ, ഇവിടെ OH2 എന്നാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അത് റീഅറേഞ്ച് ചെയ്ത് ഒരു ഹൈഡ്രജൻ അയോൺ അവിടെ നിന്ന് പോവുകയാണെങ്കിൽ ദാറ്റ് ഇസ് OH ആകും. Then beta hydrogen transfer leads to second olefin complex. The next step, അതായത് സെക്കൻഡ് olefin complex ആണ്. CH2CHOH ആണ് ഉണ്ടാകുന്നത്. അത് പിന്നത്തെ ഈ ഒരു സ്റ്റെപ്പിന്റെ മെക്കാനിസം ആണ് അറിയില്ല എന്ന് പറയുന്നത്. അത് ഇതുവരെയും ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. where the alkyl complex has a OH substitute, അല്ലെ, alkyl complexന് ഒരു OH substitute ഉള്ള ഒരു കോമ്പൗണ്ട് ആയിട്ട് അത് മാറും. This undergoes reductive elimination to afford aldehyde and PD0. Note that if there is, അതായത് ഇതിനകത്ത് PD0 മെറ്റൽ ആയിട്ട് അതങ്ങ് മാറുകയാണ്. ശരിക്കും പറഞ്ഞാൽ ആ മെറ്റലിനെ നമുക്ക് റീജനറേറ്റ് ചെയ്ത് PdCl4 ആക്കാൻ പറ്റുന്നില്ല എങ്കിൽ ആ പ്രോസസ്സ് അവിടെ വെച്ച്, അല്ലെങ്കിൽ നമ്മുടെ ആ കാറ്റലിസ്റ്റ് അവിടെ വെച്ച് അതിന്റെ ആക്ടിവിറ്റി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ Cu2+ is a good catalyst which can oxidize PD0 to PD2+. The copper plus thus generated is reoxidized by oxygen in another catalytic. ഒരു ചെറിയ കാറ്റലിറ്റിക് സൈക്കിൾ നമ്മൾ ഇവിടെ വരച്ച് കാണിച്ചതുപോലെ ആ കാറ്റലിറ്റിക് സൈക്കിളിൽ Cu2+ എന്ന് പറയുന്ന കൺവേർഷൻ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും in this manner. ഇപ്പോൾ പലേഡിയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാലോ, വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു മെറ്റൽ ആണ്. ദാറ്റ് ഇസ് റീജനറേറ്റഡ് ആൻഡ് റീയൂട്ടിലൈസ്ഡ്. അപ്പോൾ ഇതാണ് വാക്കർ പ്രോസസ് എന്ന് പറയുന്നത്. നമുക്കറിയാം വാക്കർ പ്രോസസ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഇൻഡസ്ട്രിയലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാ പരീക്ഷയ്ക്കും നിങ്ങളോട് ഇതിൻ്റെ സൈക്കിൾ വരയ്ക്കാനായിട്ട് പറയും. അപ്പോൾ അതുകൊണ്ട് നല്ല വൃത്തിയായിട്ട് ഇത് പഠിച്ചോണം കേട്ടോ. ഓക്കെ, അടുത്തത് ഫോട്ടോ ഡീഹൈഡ്രോജിനേഷൻ കാറ്റലിസ്റ്റ് ഓർ പ്ലാറ്റിനം പോപ്പ്. എന്താണ്? ഫോട്ടോ ഡീഹൈഡ്രോജിനേഷൻ കാറ്റലിസ്റ്റ് ആണ്. ഡീഹൈഡ്രോജിനേഷൻ ആണ് പ്രോസസ്സ്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് ആണ്, ദാറ്റ് ഇസ് പ്ലാറ്റിനം പോപ്പ്.
അപ്പോൾ ഈ പ്ലാറ്റിനം പോപ്പിന് ഇറ്റ് ഹാസ് എ ബൈഡെൻറ്റേറ്റ് ലിഗാൻഡ് പൈറോഫോസ്ഫേറ്റ് അയോൺ ഫോംഡ് ഫ്രം ഫോസ്ഫോറിക് ആസിഡ്. അപ്പോൾ അതിനകത്ത് ലിഗാൻഡ് എന്താണ്? പൈറോഫോസ്ഫേറ്റ് അയോൺ ആണ് അതിന്റെ ലിഗാൻഡ് എന്ന് പറയുന്നത്. വിച്ച് ഇസ് എ ബൈഡെൻറ്റേറ്റ് ലിഗാൻഡ്, ദാറ്റ് ഈസ് ഫോസ്ഫോറിക് ആസിഡ് H3. ഇതാണ് നമ്മളുടെ കോമ്പൗണ്ട് എന്ന് പറയുന്നത്, ലിഗാൻഡ് എന്ന് പറയുന്നത്. പൈറോഫോസ്ഫേറ്റ് ലിഗാൻഡ് എന്ന് പറയുന്നത് ഇതാണ്, ബൈഡെൻറ്റേറ്റ് ആണ്. ദിസ് ഈസ് ദ ലിഗാൻഡ്. ഇതിനെ പോപ്പ് എന്ന് വിളിക്കാനുള്ള കാര്യം എന്നാന്ന് വെച്ചാൽ കണ്ടോ, POP ലിങ്കേജ് ആണ്. ഈ POP ലിങ്കേജ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇതിനെ പോപ്പ് എന്ന് പറയുന്നത്. That this ligand reacts with the platinum to form a complex which is DH species and the configuration is square planar or geometry is square planar. ഇതാണ് റിയാക്ഷൻ എന്ന് പറയുന്നത്. PtCl4 reacts with നമ്മുടെ പൈറോഫോസ്ഫേറ്റ് ലിഗാൻഡ് ആണ്. ഇതാണ് നമ്മുടെ കോംപ്ലക്സ് എന്ന് പറയുന്നത്. പ്ലാറ്റിനം പോപ്പ് ആണ് ഇത്, പ്ലാറ്റിനം പോപ്പ്. POP ലിങ്കേജ് വന്നേക്കുന്നുണ്ടോ? POP, പ്ലാറ്റിനം പോപ്പ് എന്ന് പറയുന്നത്. ഇതൊന്ന് ഫോൾഡ് ചെയ്തതാണ്, റീഅറേഞ്ച് ചെയ്തിട്ട് പ്ലാറ്റിനം, രണ്ട് മെറ്റലും നമ്മളുടെ ഇവിടെ കണക്ട് ചെയ്തു. ഇതാണ് പ്ലാറ്റിനം പോപ്പിന്റെ സ്ട്രക്ചർ. 4 ലിഗാൻഡ്സ് ആണ് ഇവിടെ ബൈൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ കോംപ്ലക്സിന്റെ സ്വഭാവം നമുക്ക് നോക്കാം. എന്ന് പറഞ്ഞാൽ ദിസ് കോംപ്ലക്സ് ഇസ് എ വെരി സ്റ്റേബിൾ കോംപ്ലക്സ് and the dz square orbital does not interact with any other orbitals in the complex. മെറ്റലിന്റെ dz സ്ക്വയറുമായിട്ട് ഇത് ഇന്ററാക്ട് ചെയ്യുന്നില്ല. പിന്നെ ഈ രണ്ട് മെറ്റൽ ഇവിടെ ഉണ്ടല്ലോ, ഈ മെറ്റൽ എന്ന് പറയുന്നത്, ഈ മെറ്റൽ തമ്മിൽ ഇന്ററാക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ദേ ഷുഡ് കം ഫേസ് ടു ഫേസ്. അപ്പൊ അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ഇതിനെ വളരെ പ്രയോജനപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. പ്ലാറ്റിനം നല്ലൊരു കാറ്റലിസ്റ്റ് ആണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് ഇവർ പല ലിഗാൻഡ്സ് യൂസ് ചെയ്തു. അപ്പൊ ഇതിനകത്ത് സയനൈഡ് ലിഗാൻഡ്സ് ഐസോസയനൈഡ് ലിഗാൻഡ്സും യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷെ ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് പൈറോഫോസ്ഫേറ്റ് ലിഗാൻഡ് ഇസ് ദ ബെസ്റ്റ്. അപ്പൊ ഈ രണ്ട് മെറ്റലിനെ ഫേസ് ടു ഫേസ് കൊണ്ടുവരാൻ കഴിവുള്ളത് നമ്മുടെ പൈറോഫോസ്ഫേറ്റ് ലിഗാൻഡിനാണ്. When POP is used, there is significant interaction. അപ്പൊ അതായത് രണ്ട് മെറ്റലും കുറച്ച് കൂടുതൽ അടുത്ത് വരികയും അതുകൊണ്ട് തന്നെ ഇവരുടെ ഇന്ററാക്ഷൻ കൂടുതലാവുകയും ചെയ്യും. അപ്പൊ DZ എന്നാണ് നമ്മൾ പറഞ്ഞത്, DZ സ്ക്വയർ ഓർബിറ്റൽ ഫ്രീ ആണ്, അദ്ദേഹം ഇതായിട്ട് ഇടപെട്ടിട്ടില്ല. ഇതാണ് സ്ക്വയർ പ്ലാനാർ ആണ്. ഇതാണ് അതിന്റെ ഇന്ററാക്ഷൻ ഡയഗ്രാം. നമ്മുടെ മോളിക്കുലാർ ഓർബിറ്റൽ ഡയഗ്രാം നിങ്ങൾ വരയ്ക്കില്ലേ, അതുപോലെ ഒരു ഡയഗ്രാം ഞാൻ വരച്ചിട്ടു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഇതിനകത്ത് ഇതിന്റെ പ്രോസസ്സ് അല്ലെങ്കിൽ ഇതിന്റെ ഫോർമേഷൻ എന്ന് പറയുന്നത് എന്താന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മളുടെ രണ്ട് പ്ലാറ്റിനം മെറ്റലാണ്, ഇത് പ്ലാറ്റിനം മെറ്റലാണ്, മെറ്റലിന്റെ ആണ്, പ്ലാറ്റിനം മെറ്റലാണ്, ലിഗാൻസുമായിട്ട് റിയാക്ട് ചെയ്യുന്ന നമ്മളുടെ പ്ലാറ്റിനം മെറ്റൽ. പ്ലാറ്റിനം മെറ്റലിന്റെ DZ സ്ക്വയർ ഓർബിറ്റലും നമ്മൾ പറഞ്ഞല്ലോ, അത് ലിഗാൻഡുമായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ടില്ല. അതിനകത്ത് ഇലക്ട്രോൺസ് ഉണ്ട് പക്ഷെ. പിന്നെ PZ ഓർബിറ്റൽ വിച്ച് ഇസ് നോട്ട് ഹാവിങ് എനി ഇലക്ട്രോൺ. അപ്പൊ ഈ രണ്ട് ആൾക്കാരും കൂടി DZ സ്ക്വയറും PZ ഓർബിറ്റലും പ്ലാറ്റിനത്തിന്റെ, അതായത് രണ്ട് മെറ്റൽസ് ഫേസ് ടു ഫേസ് വന്നിട്ടുണ്ട്. ഇത് പ്ലാറ്റിനമാണ്, ഇതും പ്ലാറ്റിനമാണ്. അപ്പൊ ഇവര് തമ്മിലുള്ള ഇന്ററാക്ഷന്റെ കാര്യമാണ് നമ്മൾ ഈ പറയുന്നത്. അതായത് രണ്ട് മെറ്റലിന്റെയും കയ്യിൽ DZ സ്ക്വയർ ഓർബിറ്റലും ഉണ്ട്, PZ ഓർബിറ്റലും ഉണ്ട്. വിത്തൗട്ട് എനി ഇലക്ട്രോൺ ആണ് PZ ഓർബിറ്റൽ. അപ്പൊ ഈ രണ്ട് ഓർബിറ്റൽസും മറ്റേ മെറ്റലിന്റെ, രണ്ട് മെറ്റൽ ഉണ്ടല്ലോ, അപ്പൊ രണ്ട് മെറ്റലിന്റെയും DZ സ്ക്വയർ ഓർബിറ്റൽസ് തമ്മിൽ ഇന്ററാക്ട് ചെയ്യും, PZ ഓർബിറ്റൽസ് തമ്മിലും ഇന്ററാക്ട് ചെയ്യും. ഗിവിംഗ് റൈസ് ടു, നിങ്ങൾക്ക് അറിയാം, ബോണ്ടിങ് ആൻഡ് ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽസിനെ തരും. DZ സ്ക്വയർ ഓർബിറ്റൽസ് ഗിവ് റൈസ് ടു ഹോമോ ആൻഡ് PZ ഓർബിറ്റൽ ഗിവ് റൈസ് ടു ലൂമോ. അറിയാലോ, ഹോമോ ലൂമോ ഇന്ററാക്ഷൻസിനെ കുറിച്ചൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഹോമോയും ലൂമോയും നമുക്ക് കിട്ടി. അപ്പൊ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ മെറ്റലിന്റെ DZ സ്ക്വയർ PZ ഓർബിറ്റലുകൾ തമ്മിൽ ഇന്ററാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർ തമ്മിൽ മോളിക്കുലാർ ഓർബിറ്റൽസ് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ ക്ലോസ് ആയിട്ടുണ്ടാവണം അല്ലെ. അപ്പൊ ആ ക്ലോസ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റിയ ലിഗാൻസിന് മാത്രമേ നമ്മളുടെ പ്ലാറ്റിനം പോപ്പ് അല്ലെങ്കിൽ ഡീഹൈഡ്രോജനേഷൻ കാറ്റലിസ്റ്റിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് ഏറ്റവും പറ്റിയ രണ്ട് ലിഗാൻസ് ആണ് isocyanide ligands and pyrophosphate ligands. Pyrophosphate ligands ഇതിനകത്ത് വളരെ സക്സസ്ഫുൾ ആണെന്നാണ് കണ്ടേക്കുന്നത്. സോ pyrophosphate ligand and isocyanide ligands are successfully used. അപ്പൊ അതിനകത്ത് നമുക്ക് നോക്കാം. അപ്പൊ ഹോമോയും ലൂമോയും കിട്ടി. ഹോമോ കണ്ടെയ്ൻസ് 2 ഇലക്ട്രോൺസ് അല്ലെ, ഹോമോയിൽ 2 ഇലക്ട്രോൺസ് ഉണ്ട്. അതായത് ഇത് ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽസ് ആണ്, ഇത് ആന്റി ബോണ്ടിങ് ആണ്. ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിൽ ഇലക്ട്രോൺ വരികയാണെങ്കിൽ ആ കോംപ്ലക്സ് അൺസ്റ്റേബിൾ ആയിരിക്കും.
അല്ലെങ്കിൽ അങ്ങനെ അൺസ്റ്റേബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഇഷ്ടക്കേടാണ്. പക്ഷെ അൺസ്റ്റേബിൾ എന്ന് പറയാതെ ദാറ്റ് ബിക്കംസ് വെരി റിയാക്റ്റീവ്. അൺസ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ഹൈലി റിയാക്റ്റീവ് ആയിരിക്കും. അപ്പോൾ നമ്മളുടെ ഈ കോംപ്ലക്സ് എന്ന് പറയുന്നത് വളരെ റിയാക്റ്റീവ് ആയിട്ടുള്ള കോംപ്ലക്സ് ആണ്. അപ്പോൾ ഈ രണ്ട് ഇലക്ട്രോണിനെ ആർക്കെങ്കിലും എടുത്തുകൊണ്ട് പോകാൻ പറ്റുമെങ്കിൽ, ദാറ്റ് ഈസ് ഇഫ് ദർ ഇസ് ആൻ ഓക്സിഡേറ്റീവ് അഡിഷൻ ദാറ്റ് വിൽ ഹാപ്പൻ റാപ്പിഡ്ലി. വളരെ എളുപ്പത്തിൽ ഓക്സിഡേറ്റീവ് അഡിഷൻ നടക്കും അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ നമ്മൾ പറഞ്ഞ എന്താണ്? ഫോട്ടോ ഡീഹൈഡ്രോജിനേഷൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനകത്ത് ഹൈഡ്രജന്റെ അഡീഷൻ നടന്നിട്ട് ഓക്സിഡേറ്റീവ് അഡീഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടത്താൻ നമ്മളുടെ ഈ കാറ്റലിസ്റ്റ് വളരെ എഫിഷ്യന്റ് ആണ്. ഇഫ് ദ ഇലക്ട്രോൺസ് ആർ റിമൂവ്ഡ് ഇറ്റ് ഗെറ്റ് സ്റ്റെബിലൈസ്ഡ് അല്ലെ? ഈ രണ്ട് ഇലക്ട്രോണിനെ നമ്മൾ ഇവിടെ നിന്ന് മാറ്റുകയാണെങ്കിൽ സിസ്റ്റം വളരെ സ്റ്റേബിൾ ആവും. അതുകൊണ്ട് ഓക്സിഡേറ്റീവ് അഡീഷൻ അല്ലെ ഇതിനകത്ത് നടക്കാൻ ഓക്സിഡേറ്റീവ് അഡിഷൻ എന്ന് പറയുന്നത് വളരെ പ്രിഫേർഡ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ആണ് നമ്മളുടെ ഈ കാറ്റലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം. ആൻഡ് ആസ് എ റിസൾട്ട് ഇവിടെ ഇലക്ട്രോൺസ് പോയി കഴിയുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? മെറ്റലും മെറ്റലും തമ്മിൽ ഒരു ബോണ്ട് ഫോർമേഷൻ നടക്കും. മെറ്റൽ ബോണ്ട് is formed. Greater the overlap of the Z square orbitals, oxidative addition is favored അല്ലെ? എളുപ്പത്തിൽ നമ്മളുടെ അവർ അടുത്തടുത്താണെങ്കിൽ അവരുടെ ഇന്ററാക്ഷൻ വളരെ സ്ട്രോങ് ആണെങ്കിൽ ഓക്സിഡേറ്റീവ് അഡിഷനും വളരെ എളുപ്പത്തിൽ നടക്കും. അല്ലെങ്കിൽ ഇതിന്റെ ഫോട്ടോ ഡീഹൈഡ്രോജിനേഷൻ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ നടക്കും, വളരെ എഫക്റ്റീവായിട്ട് നടക്കും. അപ്പൊ നമുക്ക് നോക്കാം. ഓക്സിഡേറ്റീവ് അഡിഷൻ ഓഫ് RX ആൽക്കൈൽ ഹാലൈഡ്, വെറുതെ ഒരെണ്ണം പറയുകയാണ്. ഇതാണ് ഈ നിങ്ങൾ PT രണ്ട് മെറ്റലാണ്, രണ്ട് മെറ്റലിനും 1 2 4 പൈറോഫോസ്ഫേറ്റ് ലിഗാൻസ് ആണുള്ളത് കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ വരയ്ക്കുക. ഇത് ഈ റിങ് പോലെ നമ്മൾ വരയ്ക്കുന്ന ഒരു പൈറോഫോസ്ഫേറ്റ്. അത് വരച്ചുകൊണ്ടിരിക്കാൻ ബുദ്ധിമുട്ടാണല്ലോ, ഓരോ തവണയും വരയ്ക്കുമ്പോൾ സ്ട്രക്ചർ കാണാനും നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇതാണ് പൈറോഫോസ്ഫേറ്റ് ലിഗാൻഡ് എന്ന് പറയുന്നത്. ഇതൊരു പൈറോഫോസ്ഫേറ്റ്, ഇത് 1 3 4 പൈറോഫോസ്ഫേറ്റ് ലിഗാൻസ് ആണുള്ളത്. അപ്പൊ അതിനെ നമ്മളിങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്തോട്ടാണ് ആര് ആഡ് ചെയ്യുന്നത്? RX ആഡ് ചെയ്യുന്നത്. RX ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ ഒരു R വന്ന് ഓക്സിഡേറ്റീവ് അഡിഷൻ ആണ്. ആസ് എ റിസൾട്ട് there will be a bond formation between the metal. ഇതാണ് നമ്മളുടെ പ്രോസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നോർമൽ കണ്ടീഷനിൽ ഈ റിയാക്ഷൻ നടക്കത്തില്ല. വെൻ സൺലൈറ്റ് ഇസ് യൂസ്ഡ് ഇറ്റ് occurs rapidly. അപ്പോൾ സൺലൈറ്റിന്റെ പ്രസൻസിലാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഫോട്ടോ, ഇതിപ്പോ ഡീഹൈഡ്രോജിനേഷൻ അല്ല നടന്നത്, ഓക്സിഡേറ്റീവ് അഡിഷൻ ഓഫ് RX ആണ് നടന്നിരിക്കുന്നത്. ഏതാണെങ്കിലും നമ്മുടെ അടുത്ത എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും ഹൈഡ്രോജിനേഷൻ, ഡീഹൈഡ്രോജിനേഷൻ നമുക്ക് പറയാം. ഇൻ മെറ്റാലിക് മോണോമെറ്റാലിക് കോംപ്ലക്സ്, അതായത് ഒരു മെറ്റൽ മാത്രം ഉള്ളതെങ്കിൽ ഹോമോലൂമോ ഡിസ്റ്റൻസ് ഈസ് ലാർജ് ആൻഡ് അബ്സോർപ്ഷൻ occurs in the UV region. അപ്പൊ നമ്മളുടെ മോണോമെറ്റാലിക് കാറ്റലിസ്റ്റും ഉണ്ട് ഇതിന്റെ തന്നെ. പ്ലാറ്റിനം മോണോമെറ്റാലിക് കാറ്റലിസ്റ്റും ഉണ്ട്. മോണോമെറ്റാലിക് കാറ്റലിസ്റ്റിൽ ഹോമോലൂമോ ഡിസ്റ്റൻസ് വളരെ കൂടുതലാണ്. ആൻഡ് ഫോർ റിമൂവൽ ഓഫ് ഇലക്ട്രോൺ ഫ്രം ദ ഹോമോ വി റിക്വയർ UV ലൈറ്റ്. അപ്പോൾ കുറച്ച് കൂടുതൽ എനർജി ആവശ്യമുണ്ട്. അപ്പോൾ സൺലൈറ്റിന്റെ പ്രസൻസിൽ അത് നടക്കില്ല. സോ ഇൻ ബൈമെറ്റാലിക് ദ ഡിസ്റ്റൻസ് ഈസ് സ്മോൾ ആൻഡ് occurs in the visible region. വിസിബിൾ ലൈറ്റിൽ തന്നെ നമ്മളുടെ റിയാക്ഷൻ നടക്കും. ഇതാണ് ഡീഹൈഡ്രോജിനേഷൻ ഓഫ് ആൽക്കഹോൾസ്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഒരു സെക്കൻഡറി ആൽക്കഹോൾ എടുത്തിരിക്കുകയാണ്. സെക്കൻഡറി ആൽക്കഹോൾ undergoes dehydrogenation to form the ketone. അപ്പോൾ ഇവിടെ രണ്ട് ഹൈഡ്രജന്റെ അഡീഷൻ നടന്നിരിക്കുകയാണ്. ഓക്സിഡേറ്റീവ് അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ആണ് നടന്നത്, അല്ലെങ്കിൽ ഡീഹൈഡ്രോജിനേഷൻ ഓഫ് ആൽക്കഹോൾ ആണ് നടന്നിരിക്കുന്നത് അല്ലെ? ഡീഹൈഡ്രോജിനേഷൻ നടന്നിട്ട് നമ്മളുടെ കീറ്റോൺ നമ്മൾക്ക് കിട്ടി. അപ്പോൾ ഡീഹൈഡ്രോജിനേഷൻ ഇൻ പ്രസൻസ് ഓഫ് സൺലൈറ്റ് ആയതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ഫോട്ടോ ഡീഹൈഡ്രോജിനേഷൻ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. പ്ലാറ്റിനം ബോപ്പിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? ബൈമെറ്റാലിക് സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഹോമോലൂമോ ഡിസ്റ്റൻസ് ചെറുതായതുകൊണ്ട് അഡീഷൻ ഓഫ് അല്ലെങ്കിൽ ഓക്സിഡേറ്റീവ് അഡീഷൻ ഹാപ്പൻസ് ഇൻ പ്രസൻസ്, വളരെ കുറച്ച് എനർജി മതി, ദാറ്റ് ഹാപ്പൻസ് ഇൻ ദ വിസിബിൾ റീജിയൻ ഇറ്റ്സെൽഫ്. ആൻഡ് സോ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ വെരി ഇഫക്റ്റീവ് ഫോട്ടോ ഡീഹൈഡ്രോജിനേഷൻ കാറ്റലിസ്റ്റ്. And it dehydrogenate alcohols to give aldehydes or ketones. അപ്പോൾ നമ്മുടെ സെക്കൻഡറി ആയതുകൊണ്ടാണ് നമുക്കിവിടെ കീറ്റോൺ കിട്ടിയത്. അപ്പോൾ മനസ്സിലായില്ല, വളരെ ഇച്ചിരി നിങ്ങൾക്ക് വായിച്ചു നോക്കുമ്പോൾ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും. പക്ഷെ നിങ്ങൾ ഈ വീഡിയോ ഇത് കണ്ടു നോക്കിയിട്ട് മനസ്സിലാക്കിയെടുക്കുക. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുകയാണ്. അതായത് DZ² ഓർബിറ്റൽ ഓഫ് ദ മെറ്റൽ ആൻഡ് PZ ഓർബിറ്റൽ ഓഫ് ദ മെറ്റൽ. മെറ്റലിന്റെ DZ² ഒരു മെറ്റലിന്റെ DZ² will react with the other metal platinum
രണ്ട് പ്ലാറ്റിനം മെറ്റലാണ് നമ്മുടെ പ്ലാറ്റിനം പോപ്പിൽ ഉള്ളത്. ആ രണ്ട് മെറ്റലിനെ ഫേസ് ടു ഫേസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ലിഗാൻസ് ആണ് ഐസോസയനൈഡ് അല്ലെങ്കിൽ പൈറോഫോസ്ഫൈഡ് ലിഗാൻസ് എന്ന് പറയുന്നത്. ഈ പൈറോഫോസ്ഫൈഡ് ലിഗാൻഡ് വളരെ ഇഫക്റ്റീവ് ആണ് ഇൻ ബ്രിങ്ങിങ് ദ ടു മെറ്റൽ ഫേസ് ടു ഫേസ്. അപ്പോൾ ആ രണ്ട് മെറ്റലുകളെയും അടുപ്പിച്ച് കൊണ്ടുവരാൻ കഴിവുള്ള ഒരു വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ലിഗാൻഡ് ആണ് പൈറോഫോസ്ഫേറ്റ് എന്ന് പറയുന്നത്. ആ പൈറോഫോസ്ഫേറ്റ് ലിഗാൻസ് മെറ്റലിനെ രണ്ടിനെയും അടുപ്പിച്ച് കൊണ്ടുവരുമ്പോൾ അവരുടെ മെറ്റലിന്റെ d(z)² ഓർബിറ്റൽസും p(z) ഓർബിറ്റൽസും തമ്മിൽ ഇന്ററാക്ഷൻ നടക്കുകയും ബോണ്ടിങ് ആൻഡ് ആന്റി ബോണ്ടിങ് ഓർബിറ്റൽസ് ഉണ്ടാകും. സിൻസ് there are electrons in the anti-bonding orbitals of d(z)², d(z)²ലുള്ള ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ അല്ലെങ്കിൽ ഹോമോയിൽ ഇലക്ട്രോൺസ് വന്നിട്ടുണ്ട്. ആന്റി ബോണ്ടിങ് ഓർബിറ്റൽസിൽ ഇലക്ട്രോൺ വരികയാണെങ്കിൽ സിസ്റ്റം അൺസ്റ്റേബിൾ ആകും അല്ലെങ്കിൽ ഹൈലി റിയാക്റ്റീവ് ആകും. അതുകൊണ്ട് നമ്മൾക്ക് ആ ഇലക്ട്രോണിനെ നമ്മൾ അവിടുന്ന് റിമൂവ് ചെയ്യുകയാണെങ്കിൽ ആ സിസ്റ്റം സ്റ്റേബിൾ ആകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ദിസ് കോമ്പൗണ്ട് ഇസ് അണ്ടർഗോയിങ് ഓക്സിഡേറ്റീവ് അഡിഷൻ. വളരെ എളുപ്പത്തിൽ അതിന് ഓക്സിഡേറ്റീവ് അഡിഷൻ നടത്താൻ പറ്റും. ഈ രണ്ട് മെറ്റൽസിൻ്റെയും d(z)² ഓർബിറ്റലിന്റെ ഇന്ററാക്ഷൻ വളരെ കൂടുതലാണ്. കാരണം പൈറോഫോസ്ഫേറ്റ് ലിഗാൻഡ് അവരെ വളരെ അടുപ്പിച്ച് കൊണ്ടുവന്നിരിക്കുന്നത് കൊണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾക്ക് ഫോട്ടോ ഡീഹൈഡ്രോജിനേഷൻ വേണ്ടിയിട്ട്, അതായത് ഇവരുടെ ഹോമോ ലൂമോ അകലം എന്ന് പറയുന്നത് വളരെ ചെറിയ അകലമേ ഉള്ളൂ. അത് ആ അകലം മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മളുടെ അല്ലെങ്കിൽ ആ ഡിസ്റ്റൻസ് ഓവർകം ചെയ്യാൻ നമുക്ക് നമ്മളുടെ വിസിബിൾ ലൈറ്റ് മാത്രം മതി, സൺലൈറ്റിലുള്ള. അതുകൊണ്ട് തന്നെ ദിസ് act as a photo dehydrogenation catalyst in presence of sunlight. അങ്ങനെ ആൽക്കഹോൾസിനെ ഒക്കെ ഡീഹൈഡ്രോജിനേറ്റ് ചെയ്യും in presence of sunlight and metal metal bond formation happens and oxidative addition of the catalyst takes place. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. അപ്പോൾ ഇനി ഇതുപോലെ തന്നെ ഉപയോഗിക്കുന്ന ഒരു വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഫോട്ടോ ഡീഹൈഡ്രോജിനേഷൻ കാറ്റലിസ്റ്റ് ആണ് റുത്തീനിയത്തിൻ്റെത്. റുത്തീനിയം ബൈപിരിഡിനിയം കോംപ്ലക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി ഒരു കമ്പാരിസൺ ഒരു തവണ ചോദിച്ചതാണ്, അതുകൊണ്ട് ഞാൻ ഇത് എഴുതിയിട്ടേക്കുന്നത്. both are reactive in the visible region, both act as dehydrogenation catalyst. Ruthenium electron transfer from metal to ligand orbital ആണ്. പ്ലാറ്റിനത്തിനകത്തോ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് മെറ്റൽ ഇന്ററാക്ഷൻ ഹോമോലൂമോ എന്ന് പറയുന്ന മെറ്റലിന്റെ തന്നെയാണ്, ലിഗാൻഡിന്റെ അല്ല. അതുകൊണ്ട് മെറ്റൽ സെന്റേർഡ് ആയിട്ടുള്ള ഓർബിറ്റൽസിലാണ് ഇലക്ട്രോൺസിന്റെ ട്രാൻസ്ഫർ നടക്കുന്നത്. റുത്തീനിയത്തിൽ മെറ്റലും ലിഗാൻഡുമായിട്ടാണ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടക്കുന്നത്. അതാണ് രണ്ടുപേരും കൂടെ തമ്മിലുള്ള ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ രണ്ട് പ്രോസസ്സുകൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുകയാണ്. നോട്ട് ഞാൻ അയച്ചു തരാം. Have a nice day. Thank you for listening.